SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഹർജി അടക്കം ഇന്ന് പരിഗണിക്കും. 4-ാം നമ്പർ കോടതിയിൽ 21ാമത്തെ കേസായാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, കഴിഞ്ഞ നവംബറിലായിരുന്നു അവസാനമായി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ഇപ്പോൾ പുതിയ ബെഞ്ച് രൂപീകരിച്ച് വീണ്ടും ലാവ്ലിൻ കേസ് വരികയാണ്. എന്തായിരിക്കും ഇന്നത്തെ ഒരു വിധി, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും കോടതിയുടെ ഒരു നിരീക്ഷണം? ഇത് നമുക്കറിയാം, പിണറായി വിജയൻ അദ്ദേഹം ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കേസ് കൂടിയാണ് ഈ ലാവ്ലിൻ കേസ്. എന്തൊക്കെയായിരിക്കും ഇന്ന് കോടതി നിരീക്ഷിക്കാനിരിക്കുന്നത്? ഭദ്ര, ചെറിയൊരു തിരുത്തുണ്ട്. പിണറായി വിജയൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കേസല്ല, പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ഒരു കേസാണ് ഇപ്പോൾ നിലവിൽ ലാവ്ലിൻ കേസ്. ഈ 2017 വിജിലൻസ് കോടതി CBI കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്. അതിനെതിരെ CBI തന്നെ സമർപ്പിച്ചിട്ടുള്ള ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 2017 മുതൽ ഈ ഹർജികൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതിപ്പോൾ 33ാമത്തെ തവണയാണ് ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി ഒരുങ്ങുന്നത്. ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നത്. അത് തന്നെ കഴിഞ്ഞ 32 തവണകളായി ഈ ഹർജി മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നും സമാനമായ ഒരു സാഹചര്യം തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ 21ാമത്തെ കേസായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേസാണിത്. നിലവിൽ 2 കേസുകളാണുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പേരെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള CBIയുടെ ഹർജിയാണ് ഒന്ന് പ്രധാനമായും ഇന്ന് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ കുറ്റവിമുക്തനാക്കണം എന്നത്, അതായത് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഹർജി കൂടി ഇന്ന് പരിഗണിക്കുന്നു. അത്തരത്തിൽ 2 ഹർജികളാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ MR ഷാ, മലയാളിയായ CT രവികുമാർ എന്നിവരുടെ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. അതായത് അസുഖബാധിതനായതിനാൽ ഇന്ന് കേസ് പരിഗണിക്കരുതെന്ന് ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് ഇന്ന് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്ത് പരിഗണിച്ച് ഒരുപക്ഷെ 33ാമത്തെ തവണയും ഈ SNC ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന വിധിയാണ് ഈ ലാവ്ലിൻ കേസുമായി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ കേസിൻ്റെ കുറ്റപത്രമടക്കം റദ്ദാക്കിക്കൊണ്ട് ഇത് കുറ്റവിമുക്തനാക്കുന്ന നടപടിയാണ് CBI കോടതിയുടെ ഭാഗത്ത് നിന്നും നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കേസിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ച് നോക്കുമ്പോൾ 1995 മുതൽ 2022 വരെ ഉള്ള കാര്യങ്ങളാണ്. 1995 ഓഗസ്റ്റ് 10 ഈ പള്ളിവാസൽ ശങ്കുളം പന്നിയാർ പദ്ധതിയിൽ കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലുമായി കരാറുണ്ടാക്കിയതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. അന്ന് G കാർത്തികേയനായിരുന്നു ഊർജ്ജ വകുപ്പിൻ്റെ മന്ത്രി. അന്ന് കരാർ ഉണ്ടാക്കിയതും അത് നടപ്പിലാക്കിയതുമൊക്കെ ആ സമയത്താണ്. എന്നാൽ പിന്നീട് വന്ന EK നായനാർ മന്ത്രിസഭയിൽ പിണറായി വിജയൻ വരുമ്പോഴാണ് ഇതിൻ്റെ അന്തിമ കരാർ ഒപ്പിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിൽ വലിയ തരത്തിൽ അഴിമതി, സർക്കാരിന് വലിയ ധനനഷ്ടം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസ് വന്നിട്ടുള്ളത്. വർഷങ്ങളോളം ഈ കേസ് നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ 2017 ഈ CBIയുടെ കുറ്റപത്രം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി CBI കോടതി പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഈ കേസിൽ ഒരു ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള CBIയുടെ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പ്രധാനമായും പരിഗണിക്കുന്നത്. ഭദ്ര. കമലേഷ്, അതുപോലെ തന്നെ കഴിഞ്ഞ 2022 അവസാനമായി സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ ഒരു കേസ് എത്തിയത്. അന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം കേസ് മാറ്റിവെക്കുന്നു, നീട്ടിപ്പോകുന്നു എന്നുള്ള ഒരു കാര്യം. ഇന്ന് അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കമലേഷ് നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഈ കേസിൽ കക്ഷി ചേർന്ന നന്ദകുമാർ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷക, കോടതിയിൽ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഒരു കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്, നമുക്കറിയാം കമലേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 33 തവണ ഇത് മാറ്റിവെക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ കേസ് മുന്നോട്ട്, അതായത് നീട്ടിക്കൊണ്ടുപോകില്ല എന്നൊരു കാര്യം കൂടി കോടതി മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് അതിൽ ഇനി നീട്ടാനുള്ള ഒരു സാധ്യത അത് കുറവായിരിക്കില്ലേ കമലേഷ്? ഭദ്ര, അത്തരത്തിൽ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതായത്
കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്നതിനും തൊട്ട് മുന്നെയാണ് കോടതി അത്തരമൊരു കാര്യം പറഞ്ഞത്. ഇനി ഇതിലൊരു നീട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാവരുത്, വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് പരിഗണിക്കണമെന്ന്. എന്നാൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത തവണ കേസ് പരിഗണിച്ചപ്പോഴും വീണ്ടും കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് അങ്ങനെ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം രണ്ടാമത്തെ തവണയാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. 33ാമത്തെ തവണ. അതായത് വലിയ ഒരു കാലയളവിൽ ഈ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്ദകുമാറിൻ്റെ അടക്കം അഭിഭാഷക അശ്വതി ഇത്തരമൊരു കാര്യം കോടതിയോട് ആവശ്യപ്പെട്ടത്. ഇനി ഇതിൽ ഇത്തരമൊരു നീട്ടിക്കൊണ്ടുപോകൽ അത് ശരിയായ രീതിയല്ല, കേസിൽ പെട്ടെന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണമെന്നുള്ള നിലയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 2017 ഡിസംബറിലാണ് CBI സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ 6 വർഷത്തോളം ആകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേസിൽ 2018 ജനുവരി 11 സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പിന്നീട് 4 വർഷത്തിനിടെ 32 തവണകളായി ഈ ഹർജികൾ മാറ്റിവെക്കുന്ന സാഹചര്യമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ TP നന്ദകുമാറിൻ്റെ അഭിഭാഷക MK അശ്വതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഇനി മാറ്റരുതെന്ന ഒരു പുതിയ നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചത്. എന്നാൽ ആ നിർദ്ദേശത്തിന് പിന്നാലെ അടുത്ത തവണ കേസ് പരിഗണിച്ചപ്പോൾ വീണ്ടും മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഈ ഫ്രാൻസിസിൻ്റെ അഭിഭാഷകൻ അസുഖം ആണ് എന്നതിനാൽ തന്നെ 2 ആഴ്ചത്തേക്ക് ഇത് മാറ്റണം എന്ന ഒരു ആവശ്യം കോടതിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെക്കുന്ന സാഹചര്യമാവും ഉണ്ടാവുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ് കമലേഷ്. ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി കരാറിലേർപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി കഴിഞ്ഞ 33 തവണയായി സുപ്രീം കോടതി ഒരു കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി നവംബറിലാണ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. അന്ന് UU ലളിതായിരുന്നു ചീഫ് ജഡ്ജി ആയിരുന്നത്. അദ്ദേഹം സ്ഥലം മാറിയതിനെ തുടർന്ന് ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ലാവ്ലിൻ കേസ് എത്തുകയാണ്. പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായ ഹർജി അടക്കം ഇന്ന് പരിഗണിക്കും. 4ാം നമ്പർ കോടതിയിൽ 21ാമത്തെ കേസായിട്ടാണ് ലാവ്ലിൻ പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കമലേഷ്.